എപ്പോഴാ അങ്ങോട്ട് പോകുന്നത്? കുറച്ച് കഴിഞ്ഞ്. കാശി ആ ബാലകൃഷ്ണ സാറിനെ കണ്ടായിരുന്നോ? ആ കണ്ടു. സാറ് പറയുന്നതേ ഈ സ്ഥലമൊക്കെ അറിയാൻ ഓർഡർ ആയ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഹരിത ട്രൈബ്യൂണലിൽ കൊണ്ട് അപേക്ഷ കൊടുക്കണമെന്നാ. പരിസ്ഥിതിക്ക് ദോഷം വരുന്ന കാര്യമായോണ്ട് അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കും. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ഒരു വക്കീൽ മുഖാന്തരം അപേക്ഷ കൊടുക്കണം. വക്കീലിനെയൊക്കെ സാർ അറേഞ്ച് ചെയ്തോളും. നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെയുള്ള എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി ഒരു അപേക്ഷ ഉണ്ടാക്കി അതിൽ എല്ലാ നാട്ടുകാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മളെല്ലാം ജനിച്ച അന്ന് മുതൽ ഈ പുഴയോരത്താണ് ജീവിക്കുന്നതെന്നും ഇതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഈ കുടുംബങ്ങളുടെ എല്ലാം ജീവിതം നടക്കുന്നതെന്നും നമ്മളെല്ലാം ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി പാർപ്പിച്ചാൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല എന്നും അങ്ങനെ ട്രൈബ്യൂണലിന് നമ്മളോട് അനുകമ്പ തോന്നുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ചേർത്ത് ഒരു അപേക്ഷ കൊടുക്കണം. എന്തുവാടി അവളാ കാശിയുടെ കൂടെ കൊഞ്ചിക്കൊഴിഞ്ഞു പോകുന്നുണ്ടോ? ഞാൻ അജയന്റെ കാര്യം ഓർത്തു. ഞാനിവിടെ നിൽക്കുമ്പോ നീ എന്തിനാടി അജയനെ ഓർക്കുന്ന? കേറിപ്പൊടി ഒരു നല്ല കാര്യം പറയാൻ അവിടെ അജയനെ ഓർത്ത പോയിരുന്നു കറക്കട.